വിദ്യാർത്ഥികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ ക്ലാസ്സിലെ സോളാർ ആൻഡ് LED ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് എന്ന കോഴ്സിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജ്ഞാനപ്രദമായ നവീന ലോകത്തിൽ ഏറ്റവും ആവശ്യകതയുള്ള ഈ കോഴ്സിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് നിങ്ങൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധിയുടെ സമയത്ത് സ്കൂളിൽ അധ്യാപകരും കൂട്ടുകാരെയും ഒക്കെ ഒരുമിച്ച് കാണാൻ കഴിയാത്ത അവസരത്തിലും വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം. കാരണം 1ാം വർഷത്തെയും 2ാം വർഷത്തെയും പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതും ഉപരിപഠനത്തിനും തൊഴിൽ സാധ്യതയ്ക്കും 1ാം വർഷത്തെയും 2ാം വർഷത്തെയും മാർക്കുകൾ പരിഗണിക്കുന്നതാണ് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് കഠിനാധ്വാനമുള്ള കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ തീരണം, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. എന്താണ് സെമി കണ്ടക്ടർ? അതായത് അർദ്ധചാലകങ്ങൾ. നിങ്ങൾക്കറിയാവുന്നതാണ് അർദ്ധചാലകം എന്താണെന്ന്. വൈദ്യുതിയെ ഭാഗികമായിട്ട് കടത്തിവിടുന്നത്. നമ്മൾ ആദ്യമേ പഠിക്കുന്ന സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. അതിനുശേഷം ഏതൊക്കെ ടൈപ്പിലുള്ള സെമി കണ്ടക്ടർ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ ആക്റ്റീവ് കമ്പോണൻറ്റും പാസീവ് കമ്പോണൻറ്റും, ഇലക്ട്രോണിക് കമ്പോണൻസിന് രണ്ടായിട്ട് തിരിക്കാം. ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും. പാസീവ് കമ്പോണൻസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കുക. ആക്റ്റീവ് കമ്പോണൻസ് തന്നെ ഡയോഡ്, ട്രാൻസിസ്റ്റർ എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഡയോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് കടന്നു വരുന്ന റെക്ടിഫയേഷനെ കുറിച്ച് കൂടി ഇന്ന് പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസ് ഹൂസ് കണ്ടക്ടിവിറ്റി lies in between conductor and insulator. Semiconductor partially allows electric current to pass through it. അതായത് വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്നതിനാണ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ? സിലിക്കൺ, ജർമേനിയം. സെമി കണ്ടക്ടറിന് പ്രധാനമായും 4 വാലൻസ് ഇലക്ട്രോണാണുള്ളത്. They have 4 valence electrons. Semiconductors are classified into 2. First, intrinsic semiconductor. Second one, extrinsic semiconductor. What is intrinsic semiconductor? Semiconductor in its purest form is called as intrinsic semiconductor. What is extrinsic semiconductor? A doped semiconductor is known as extrinsic semiconductor. അതായത് ശുദ്ധമായ ഫോമിലുള്ള സെമി കണ്ടക്ടർ എന്ന് പറയുന്ന പേരാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ആ സെമി കണ്ടക്ടറിനകത്ത് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ആ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പേര് നമ്മൾ പറയുന്നത്? ഡോപ്പിംഗ്. വാട്ട് ഈസ് ഡോപ്പിംഗ്? ദ പ്രോസസ് ഓഫ് ആഡിങ് impurities into one intrinsic semiconductor is known as doping. Extrinsic semiconductors are classified into 2. നമുക്ക് extrinsic semiconductorനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ p-type semiconductor. Second one n-type semiconductor. What is p-type semiconductor? When a small amount of trivalent impurity added to a semiconductor, it is called p-type semiconductor. p-type semiconductor is formed by doping third group elements. For example, boron, indium, gallium with
fourth group elements. For example, silicon, germanium. Holes are the majority carriers in p-type semiconductor. What is n-type semiconductor? When a small amount of pentavalent impurity is added to a pure semiconductor, it is known as n-type semiconductor. N-type semiconductor is formed by doping fifth group elements, for example arsenic, antimony, with fourth group elements, example silicon, germanium. Free electrons are the majority carriers in n-type semiconductor. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് കമ്പോണൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. First one, active components. Second one, passive components. What is active components? Active components are those which can amplify or process electric signals. For example, diode, transistor, IC. What is diode? Diodes are electronic components that allow current to flow only in one direction. What is p-n junction diode? A p-type semiconductor doped with n-type semiconductor, p-n junction is formed. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് p-type semiconductor എന്ന്. ആ p-type semiconductor n-type semiconductorമായിട്ട് ഡോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഫോം ചെയ്യുന്നതാണ് p-n ജംഗ്ഷൻ. ആ p-n ജംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് p-n ജംഗ്ഷൻ ഡയോഡ്. ഇനി നിങ്ങൾ കാണുന്നത് p-n ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പലാണ്. രണ്ട് ലീഡ്സ് ആണ് അതിനുള്ളത്. ഒന്ന് ആനോഡ് പോസിറ്റീവും ആൻഡ് കാഥോഡ് നെഗറ്റീവുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ബയാസ്. Bias is the potential applied to a p-n junction to obtain the desired mode of operation. പ്രധാനമായും രണ്ട് ടൈപ്പ് ബയാസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഫോർവേഡ് ബയാസ്, രണ്ട് റിവേഴ്സ് ബയാസ്. നിങ്ങൾ ഫോർവേഡ് ബയാസിൻ്റെ ഡയഗ്രം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? അതായത് ഡയോഡിന് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട് ഞാൻ പറഞ്ഞു. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിനോടും ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവിനോടും കണക്ട് ചെയ്യുമ്പോൾ ആ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. ടു അപ്ലൈ ഫോർവേഡ് ബയാസ് ടു എ ഡയോഡ്, കണക്ട് positive terminal of the battery into p-type, that is anode, and the negative terminal to n-type, that is cathode. Forward biasൽ കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവേഴ്സ് ബയാസിനെ കുറിച്ചാണ്. അതിൻ്റെ ഫിഗർ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ഇവിടെ ഡയോഡിന് രണ്ട് ടെർമിനൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് ആനോഡും കാഥോഡും, അതായത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവിനോടും ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിനോടും കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് റിവേഴ്സ് ബയാസ് എന്ന്. ടു അപ്ലൈ റിവേഴ്സ് ബയാസ് ടു എ ഡയോഡ്, കണക്ട് negative terminal of the battery to p-type, that is anode, and positive terminal to n-type, that is cathode. റിവേഴ്സ് ബയാസിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഡയോഡുമായിട്ട് ബന്ധപ്പെട്ട്
പഠിക്കേണ്ട ഒരു ടേമാണ് നീ വോൾട്ടേജ്. വാട്ട് ഈസ് നീ വോൾട്ടേജ്? The minimum forward voltage that should be applied across a diode to make it conduct. Knee voltage of silicon diode is 0.7 volt and germanium diode is 0.3 volt. അതായത് സിലിക്കൺ ഡയോഡിൻ്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടും ജർമേനിയം ഡയോഡിൻ്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.3 വോൾട്ടുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയോഡിൻ്റെ ഏറ്റവും പ്രധാന ഉപയോഗം എന്താണ്? ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ. ഡയോഡ് ഒരു റെക്ടിഫയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. എന്താണ് റെക്ടിഫയർ? റെക്ടിഫയർ എന്ന് വെച്ചാൽ എ സിയെ ഡി സി ആക്കി മാറ്റുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. റെക്ടിഫയർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് alternating current into direct current, AC into DC. Basically, there are three rectifiers. First one, half wave rectifier. Second one, center tapped rectifier. Third one, bridge rectifier. What is half wave rectifier? Half wave rectifierന്റെ ഡയഗ്രം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെ നമ്മൾ ഒരു ഡയോഡാണ് ഉപയോഗിക്കുന്നത്. അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. നമ്മുടെ വോൾട്ടേജിനെ കുറച്ച് ഡയോഡിലേക്ക് കൊടുക്കുന്നു. ഡയോഡുണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഈ പടത്തിൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. ഹാഫ് വേവ് റെക്ടിഫയർ അതിൻ്റെ എ സി വേവ് ഫോമിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ അവിടെ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് വേവ് ഫോം, diode D is forward biased and conducts. The output is obtained across the load resistor. During the negative half cycles, diode D is reverse biased and it does not conduct. No output will be obtained across load. അതായത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുകയുള്ളൂ എന്നും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ എന്നും നമ്മൾ നേരത്തെ ബയാസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇവിടെ അതുപോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് അപ്രകാരം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിനെ കുറിച്ചാണ്. ഈ ഡയഗ്രത്തിൽ നമുക്ക് എന്തൊക്കെ ഇലക്ട്രോണിക് കമ്പോണൻ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ കാണുന്നുണ്ട് ട്രാൻസ്ഫോമർ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് രണ്ട് ഡയോഡ്, ഡയോഡ് D1, ഡയോഡ് D2. പിന്നീട് കാണുന്നുണ്ട് ഒരു ലോഡ് റെസിസ്റ്റർ. ഇതിൻ്റെ വർക്കിംഗ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് എ സി വേവ് ഫോം, ഡയോഡ് D1 is forward biased and conducts. The output is obtained across the load resistor RL. But diode D2 is reverse biased and it does not conduct. During the negative half cycle of input AC waveform, the diode D2 is forward biased and conducts. The output is obtained across the load resistor RL. But diode D1 is reverse biased, does not conduct. നമ്മൾ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ഇപ്പോൾ പഠിച്ചു. എ സി വേവ് ഫോമാണ് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ഇൻപുട്ടിൽ നമ്മൾ എ സി വേവ് ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡ് D1 ഫോർവേഡ് ബയാസ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടിൽ DC ലഭിക്കും. എന്നാൽ ഡയോഡ് D2
റിവേഴ്സ് ബയാസ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യുകയില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D2 ആണ് ഫോർവേഡ് ബയാസ് ആകുന്നത്, അത് കണ്ടക്ട് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട്. പക്ഷേ D1 റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് അത് കണ്ടക്ട് ചെയ്യത്തില്ല. ഇപ്പം AC വേവ് ഫോമിൻ്റെ 2 സൈക്കിളിലും ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ DC വേവ് ഫോം നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ഇപ്പം നമുക്ക് താഴെ കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ചാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഡയഗ്രാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, പിന്നെ 4 ഡയോഡുകൾ, ഡയോഡ് D1, ഡയോഡ് D2, ഡയോഡ് D3, ഡയോഡ് D4. അതുകൂടാതെ ഒരു ലോഡ് റെസിസ്റ്ററും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് AC വേവ് ഫോമാണ്, ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നത് DC വേവ് ഫോമാണ്. ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് AC waveform, diodes D1 and D3 get forward biased, conducts current, and diode D2 and D4 get reverse biased and does not conduct. During the negative half cycle, the diodes D2 and D4 get forward biased and conduct current. Diode D1 and D3 get reverse biased and does not conduct. In both cases, the output obtained across the load resistor RL. നിങ്ങൾക്കതിൻ്റെ വർക്കിംഗ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം AC വേവ് ഫോമിന് 2 ഹാഫ് സൈക്കിളാണുള്ളത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കടന്നു വരുമ്പോൾ ഡയോഡ് D1ഉം ഡയോഡ് D3യും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അതായത് അത് കണ്ടക്ട് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടിൽ DC വേവ് ഫോം കിട്ടും. എന്നാൽ D2ഉം D4ഉം കണ്ടക്ട് ചെയ്യത്തില്ല, അത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേവ് ഫോം ലഭിക്കുകയില്ല. പക്ഷെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D2ഉം D4ഉം ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യും. D1ഉം D3യും റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യത്തില്ല. പക്ഷേ D2ഉം D4ഉം കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ DC വേവ് ഫോം ലഭിക്കും. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വേവ് ഫോമും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DC ആണ്. അതിൽ ചെറിയ AC കമ്പോണൻ്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് ഫിൽട്ടർ സർക്യൂട്ട്. വാട്ട് ഈസ് ഫിൽട്ടർ സർക്യൂട്ട്? ഫിൽട്ടർ സർക്യൂട്ട് ഈസ് എ ഡിവൈസ് which removes the AC component of rectifier output and allows the DC component to reach the load. നമ്മൾ ഈ സർക്യൂട്ടിനകത്തൊക്കെ ഒരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ സിഗ്നലിനെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതായത് അതിനകത്തുള്ള AC കമ്പോണൻ്റ് മാറ്റി നമുക്ക് പ്യുവർ DC നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കും. ആ പ്യുവർ DC നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ചും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗത്തെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ഇത് കൂടാതെ മറ്റു തരത്തിലുള്ള ഡയോഡുകളുണ്ട്. സെനർ ഡയോഡുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുണ്ട്, ഫോട്ടോ ഡയോഡുണ്ട്, ലേസർ ഡയോഡുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡയോഡുകൾ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT എന്ന് പറയും. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. വാട്ട് ഈസ് ട്രാൻസിസ്റ്റർ? വാട്ട് ഈസ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ? Bipolar junction transistor is a 3-terminal device and can be used as an amplifier and a switch. Bipolar junction transistor is classified as first one NPN transistor, second one PNP transistor.
ആദ്യം നിങ്ങൾ കാണുന്നത് NPN ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചറാണ്. രണ്ടാമത് കാണുന്നത് PNP ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചറാണ്. അവിടെ 3 ടെർമിനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് ഏതൊക്കെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ 3 ടെർമിനൽ? 1 എമിറ്റർ, 2 ബേസ്, 3 കളക്ടർ. ഫസ്റ്റ് വൺ എമിറ്റർ, സെക്കൻഡ് വൺ ബേസ്, തേർഡ് വൺ കളക്ടർ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് NPN ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലും PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലും നിങ്ങൾക്കിപ്പോഴും ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ 3 ടെർമിനലിനെ കുറിച്ച് നോക്കാം. The center region is called the base. The other 2 sections are called the emitter and collector. What is emitter? The section on one side that supplies charge carriers, that is electrons or holes, is called the emitter. The section on the other side that collects the charges is called the collector. നമ്മൾ ഈ 3 സെക്ഷനും പഠിച്ചു. അതായത് എമിറ്ററാണ്, ഒരു സൈഡിലുള്ള ചാർജിനെ സപ്ലൈ ചെയ്യുന്നതാണ്. കളക്ടറാണ്, ചാർജിനെ കളക്ട് ചെയ്യുന്നത്. എമിറ്ററിനും കളക്ടറിനും മിഡിലായിട്ടുള്ള സെക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ബേസ് എന്ന് പറയുന്നത്. The emitter base junction of the transistor is forward biased and collector base junction is reverse biased. ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിക്കണം. അവർ നിങ്ങൾക്കതിന് വേണ്ടിയ രീതിയിൽ അത് മനസ്സിലാക്കി തരുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ ഇപ്പോൾ ഞാൻ അറിയിക്കുന്നു.